ഹരേ കൃഷ്ണ, സർവകൃഷ്ണ അർപ്പണമസ്തു. ഭഗവാന്റെ കഥകൾ കേൾപ്പിക്കുന്നതും ഒരുപോലെ സുഖമുള്ളൊരു കാര്യമാണ്. ഗുരുവായൂരപ്പൻ്റെ ലീലകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ കൃഷ്ണഭക്തർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഓരോ സമയത്തും ഭഗവാന്റെ കൂടെ ജീവിച്ചിരുന്നവരുണ്ട്. ഭഗവാന്റെ അവതാരകാലത്ത് അതിനുശേഷവും ഒരുപാട് കൃഷ്ണഭക്തരുണ്ടായിട്ടുണ്ട്. ഇന്ന് ഭഗവാന്റെ കൂടെ വ്രജത്തിൽ, അതായത് വൃന്ദാവനത്തിൽ ജീവിച്ച ഒരു ഭക്തന്റെ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വരാൻ കാരണം, നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ഒരു സീരീസ് ചെയ്യുന്നുണ്ട് ഭഗവാന്റെ ഭക്തരെ പറ്റി. അത് മലയാളത്തിൽ നമുക്കറിയുന്ന കഥകളൊക്കെ തന്നെയാണ്. മേൽപ്പത്തൂര്, പൂന്താനം, കുറൂരമ്മ ഇവരുടെയൊക്കെ കഥകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വൃന്ദാവൻ ഗുരുവായൂരിൻ്റെ ആ ഒരു നിർമ്മാണ വേളയിൽ നമ്മൾ ഭഗവാന്റെ കഥകൾ അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ധർമ്മത്തോടു കൂടി തുടങ്ങിയ ഒരു സീരീസാണ് അത് ഇംഗ്ലീഷിൽ. അത് നമ്മുടെ കൂടെയുള്ള പലരും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു അതേസമയം തന്നെ വൃന്ദാവനത്തിലെ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭക്തന്റെ കഥ നിങ്ങൾക്കായി കൊണ്ടുവരാമെന്ന്. കാരണം ഭഗവാൻ എന്തുകൊണ്ടാണ് ഈ ലീലകൾ ആടിയത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവും. ഇതുപോലെ എല്ലാ കാലവും ഭഗവാന്റെ കഥകൾ ഭൂമിയിൽ പാടി നടക്കാനായിട്ട് ഭക്തർ എല്ലാ കാലവും ഉണ്ടായിരുന്നു. ആ ഒരു ഭഗവത് ഭക്തിയുടെ മാധുര്യം എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവതാരത്തിൻ്റെ കൂടെയും അല്ലാതെയും എല്ലാം ഭക്തർ ഭൂമിയിൽ ജനിച്ചത്. ഭഗവാൻ തന്നെയാണ് ഭക്തരെ ഭൂമിയിലേക്ക് അയക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കഥകൾ പറയാനായിട്ട് ഭഗവാൻ തന്നെ അംശാവതാരങ്ങളായിട്ടാണ് ഭക്തന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഭക്തനും ഭഗവാനും രണ്ടല്ല, ഒന്നാണ് എന്നാണ് നമുക്ക് എല്ലാ കഥകളുടെയും അവസാനം മനസ്സിലാവുന്നത്. എന്തിനാണ് ഈ ഭക്തരുടെ കഥകൾ ഇങ്ങനെ ഉള്ളത് എന്ന് വെച്ചാൽ, നമുക്ക് വീണ്ടും 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 അത് ഓർത്ത് രസിക്കാനും അവരുടെ ആ കഥകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി. ഭക്തർക്ക് കലിയുഗത്തിൽ മറ്റൊന്നുമില്ല, നാസ്തികര് വർദ്ധിച്ചു വരുന്ന കാലമാണ്. ഭക്തിയില്ല, ഭഗവാനെ സ്മരണയില്ല. ഒരുപാട് ഭക്തി കാണിക്കുന്നവരൊക്കെ ഭഗവാന്റെ ഭഗവാന്റെ പേരിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കലികാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഭക്തി എന്ന് പറയുന്ന യഥാർത്ഥ ഭക്തരാരാണ്, ഭക്തി കാണിക്കുന്നവരാരാണ് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ ഭക്തരുടെ ഈ കഥകൾ എക്കാലവും നിലകൊള്ളുന്ന ഈ കഥകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരെ ജീവിതത്തിനെ എങ്ങനെ നേരിടണമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ ഒരു അവതാരം എടുത്തു വരുമ്പോൾ ആ ഭഗവാന്റെ കൂടെ കുറേ പേരുണ്ടാകും. ഭഗവാൻ ആ ലീലകളാടാനായിട്ട് അവരെ സഖികളായിട്ടും സുഹൃത്തുക്കളായിട്ടും ശിഷ്യരായിട്ടും പിന്നെന്താ പക്ഷി മൃഗാദികളായിട്ടും എല്ലാം കൂടെ ഉണ്ടാവും. ഭഗവാന്റെ കൂടെ പക്ഷി മൃഗാദികളെല്ലാവരും ഓടക്കുഴൽനാഥം ആസ്വദിച്ച് നടന്നിരുന്നു. ഏതൊരു അവതാരം എടുത്തു നോക്കിയായാലും നമ്മുടെ ഗുരുവായൂർ കേശവൻ ഭഗവാന്റെ ഒരു ഭക്തനായിരുന്നു. ഒരു മൃഗത്തിന് പോലും ആ ഭക്തി കൊണ്ട് ഏറ്റവും ഉന്നത നിലയിലെത്താം എന്ന് പറയും. നമ്മൾ ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം എല്ലാം പഠിച്ചിട്ടുണ്ട്. അത് പഴയ കഥയാണെങ്കിൽ ഇത് പുതിയ കഥയാണ്, ഗുരുവായൂർ കേശവൻ. അതുപോലെ തന്നെ കുറൂരമ്മ, പൂന്താനം, മേൽപ്പത്തൂർ, ഗുരുവായൂരുടെ അതാണ് ഗുരുവായൂരിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് ഭക്തർ, ആ ഭക്തരുടെ കഥകൾ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും. നമുക്കും ആ ഒരു ഭക്തരുടെ ആ നിലയിലേക്ക് എത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭഗവാനെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും ഭഗവാൻ ഈ അവതാരം എടുക്കുന്നതും അതിനോടൊപ്പം തന്നെ ഭക്തരുടെ രൂപത്തിൽ വന്ന് നമുക്ക് ഓരോ കഥകൾ ലീലകളാടി കാണിച്ചു തരുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ ഭക്തരുടെയും കാര്യം എടുത്തു നോക്കുമ്പോൾ അവർ വളരെ സുഗമമായ ഒരു ജീവിതമൊന്നും അല്ല നയിച്ചിരുന്നത്. അവരുടെ ആ ഭക്തി കൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭക്തി എല്ലാം കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഭൂമിയിൽ നമ്മൾ ഓരോ ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും സമചിത്തതയോടുകൂടി ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവരെല്ലാവരും ജനിച്ചു, ഓരോ ഘട്ടത്തിലും സുഖമായിട്ട് ജീവിച്ചു, ഭഗവാനെ ഭജിച്ചു, ഭഗവാനിലെത്തി, അങ്ങനെയല്ലല്ലോ. ഓരോരുത്തരുടെയും കഥ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഭഗവത് ഭക്തി കൊണ്ട് അവർ ആ ദുഃഖത്തിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് മറ്റുള്ളവർക്കൊരു മാതൃകയാക്കിക്കൊണ്ട് അവരുടെ ജീവിതം നയിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭക്തന്റെ കഥയാണ് ഇപ്പോൾ പറയുന്നത്. സൂർദാസിൻ്റെ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ സൂർദാസ് ഒരു ഭഗവാന്റെ കൂടെ
ശ്രീകൃഷ്ണാവതാരത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭക്തനായിരുന്നു, ഭഗവാന്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം മധുരാപുരിയിൽ ഭഗവാനോടൊപ്പം കളിച്ച് നടന്നിരുന്ന ഒരാളാണ്. വൃന്ദാവനത്തിലുമൊക്കെ ഭഗവാന്റെ ലീലകളാടിയപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കൂടെ നടന്നിരുന്ന ഒരു കൂട്ടുകാരനായിരുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയപ്പോൾ ഭഗവാന്റെ ലീലകൾക്ക് എന്താ പറയുക, ഓരോരോ ഉദ്ദേശമുണ്ട്. ഭഗവാന് മധുരാപുരിയിലെ അവതാര ഉദ്ദേശം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദ്വാരകയിലേക്ക് പോയി വേറൊരു ഘട്ടം ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ വൃന്ദാവനത്തിലെ ആടിയ ആ ലീലകളെല്ലാം ഓരോരുത്തരുടെയും മാധുര്യ ഭക്തിയാണ്. വൃന്ദാവനത്തിലെ രാധയും സഖിമാരും ഭഗവാന്റെ കൂട്ടുകാരായ ഗോപി ഗോപന്മാരും ഗോപാലരും എല്ലാവരും ആ ഒരു ലീലയുടെ ഭാഗമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മധുരാപുരിയിലേക്ക് പോയപ്പോൾ ഈ ഒരു ഭക്തൻ ഈ കൂട്ടുകാരൻ കൂടെ പോയി, ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ പറ്റാതെ പോയി. ദ്വാരകയിൽ ചെന്ന് അവിടെ ഭഗവാൻ രുക്മിണി ദേവി വിവാഹം കഴിച്ചു. അവിടെ രാജാവായിട്ട് വസിക്കുകയാണ്, സർവ്വ സുഖ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ ഭക്തന്റെ മനസ്സ് അപ്പോഴും മധുരാപുരിയിലും വൃന്ദാവനത്തിലുമായിട്ടാണ്. കാരണം അത് മറക്കാൻ പറ്റുന്നില്ല, തൻ്റെ കൂട്ടുകാരെ മറക്കാൻ പറ്റുന്നില്ല. രാധയുടെയും കൃഷ്ണൻ്റെയും ആ ലീലകൾ പാട്ടുകളായിട്ട് പാടിക്കൊണ്ടിങ്ങനെ മനസ്സിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ ഒരു വൃന്ദാവനം എന്ന് പറയുന്ന ആ ഒരു വ്രജഭൂമിയുടെ വിരഹം സഹിക്കാൻ പറ്റുന്നില്ല. മനസ്സ് അതീവ ദുഃഖമായിരുന്നു ഇരിക്കുകയാണ്. ഭഗവാനാവട്ടെ എന്താ പറയുക, ഏതൊരു കാലഘട്ടത്തിലും ഭഗവാൻ ആ കാലഘട്ടത്തിൽ ജീവിക്കുക. ഭഗവാൻ ഒരുപാട് അവതാര ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഈ കൂട്ടുകാരൻ്റെ ദുഃഖം കണ്ടപ്പോൾ ഭഗവാൻ കുറച്ച് സമാധാനിപ്പിച്ചു. വൃന്ദാവനത്തിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞു, നമ്മൾക്ക് ഇപ്പോൾ ആവശ്യം ദ്വാരകയിലായിരിക്കുകയാണ്, എനിക്ക് വൃന്ദാവനം ഇഷ്ടമാണ്. ഭഗവാൻ ആ ഭക്തനെ പറഞ്ഞ ആവശ്യം, വൃന്ദാവനത്തെ പോലെ എനിക്കിഷ്ടമൊന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും ആ ഒരു ഭക്തൻ്റെ മനസ്സ് വൃന്ദാവനത്തിൽ നിന്ന് വന്നേയില്ല. അദ്ദേഹം ഭഗവാനോട് കൂടെ ഇരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് രാധയുടെയും കൃഷ്ണൻ്റെയും കൂടെ വൃന്ദാവനത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശം എല്ലാം പൂർത്തിയായി. ഒരു ശാപത്തിൻ്റെ, ബ്രാഹ്മണ ശാപത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം യദുവംശം മുഴുവൻ നശിപ്പിച്ചു. ആ യദുകുലം മുഴുവൻ നശിപ്പിച്ചതിൻ്റെ ഉദ്ദേശം അദ്ദേഹം തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂടെ വന്ന യദുകുലത്തിലെ തൻ്റെ സുഹൃത്തുക്കളെല്ലാം തിരിച്ച് അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. വൃന്ദാവനത്തിലും മധുരാപുരിയിലും ഉണ്ടായിരുന്നതിൻ്റെ എല്ലാ ഭക്തരെയും അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം തിരിച്ച് വൈകുണ്ഠത്തിലെത്തി. പക്ഷേ ഈ ഒരു ഭക്തന് അപ്പോഴും വൃന്ദാവനത്തിൻ്റെ ഒരു ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും ഒരു ജന്മം എടുക്കാനുള്ള ഒരു കാരണമായി തീർന്നു. അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് ഒരിക്കൽ കൂടെ വൃന്ദാവനത്തിൽ ജനിക്കണം, എനിക്ക് വൃന്ദാവനത്തിൽ ജീവിച്ച് കൊതി മാറിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും പൂർത്തിയാവാത്ത ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഗുരു പറഞ്ഞു തരാറുണ്ടല്ലോ, അത് പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ വൃന്ദാവനത്തിൽ ഇനിയും ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഇവിടേക്ക് വരാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ വീണ്ടും വൃന്ദാവനത്തിൽ പോയി ജീവിക്കുക, നിനക്ക് ജന്മം എടുക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിന്റെ മനസ്സ് എന്നിൽ തന്നെ ആയിരിക്കണം. മനസ്സ് എന്നിൽ തന്നെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. നീ അവിടെ പോയിട്ട് രാധയുടെ എൻ്റെ ലീലകൾ പാടി നടന്നോളൂ, പക്ഷെ നിനക്ക് കാഴ്ച ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ആ ഒരു വരാണ് കൊടുത്തത്. പക്ഷേ ആ ഒരു കൂട്ടുകാരന്, ആ ഒരു ബ്രാഹ്മണന് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. വൃന്ദാവനത്തിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേർന്നാൽ മതി. അങ്ങനെ അദ്ദേഹം വീണ്ടും വൃന്ദാവനത്തിൽ ഒരു ബ്രാഹ്മണ കുലത്തിൽ വന്ന് ജനിച്ചു. പക്ഷേ കാഴ്ചയില്ല, അന്ധനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ അന്ധനായിട്ടുള്ളൊരു കുട്ടിയെ കിട്ടിയപ്പോഴേക്കും ഈ ബ്രാഹ്മണൻ്റെ ഈ ചെറിയ കുട്ടിയുടെ അച്ഛനും അമ്മയും വല്ലാതെ ദുഃഖിച്ചു. അന്ധനായിട്ടുള്ളൊരു കുട്ടിയെ കൊണ്ട് എന്ത് പ്രയോജനം, അതൊരു ബാധ്യതയായിട്ട് മാറുമല്ലോ എന്നോർത്ത് അവർ കുറേ നാൾ ദുഃഖിച്ചു. പക്ഷേ സ്വന്തം മകനല്ലേ അവർ നോക്കി വളർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അവർ മധുരാപുരിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോയി. വൃന്ദാവനത്തിൽ കുറച്ച് ദിവസം താമസിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം, ഈ ബ്രാഹ്മണന് അവിടെ ചെന്ന്, ഈ ഒരു ചെറിയ കുട്ടിക്ക് അവിടെ ചെന്ന് കൃഷ്ണൻ്റെയും രാധയുടെയും ലീലകൾ പാടി തുടങ്ങിയപ്പോൾ ഓരോരോ ഓർമ്മകളായിട്ട് പൂർവ്വജന്മത്തിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ പക്ഷികളും ലതാവല്ലികളും മധുരമായിട്ട് എന്താ പറയുക ഉണ്ടാകുന്ന മധുരഫലങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ യമുനാ നദിയും എല്ലാം അദ്ദേഹത്തിന് പഴയ പഴയ ഓർമ്മകൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങനെ പോയി ഓരോ സ്ഥലത്ത് പോയിട്ട്
കൃഷ്ണൻ്റെയും രാധയുടെയും ലീലകൾ പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കേട്ട് ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കാൻ പറ്റി. കൃഷ്ണനും രാധയും അവിടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീതി അവർക്ക് തോന്നി. ഓരോ വള്ളിക്കുടലിൻ്റെ അടുത്ത് പോയിട്ട് കൃഷ്ണൻ്റെയും രാധയുടെയും ലീലകൾ പാടി മധുരമായി പാടിക്കൊണ്ടിരിക്കുന്ന കേട്ട് അവിടെ കൃഷ്ണനും രാധയും ഉണ്ട് എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി പെട്ടെന്ന് എല്ലായിടും എത്തി. ഇദ്ദേഹം ഇങ്ങനെ പാടി പാടി നടക്കുന്നത്. ശൂരദാസൻ എന്നാണ് അദ്ദേഹത്തിന് അന്ന് പേരിട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ പാട്ടൊക്കെ പാടി നടന്നു. തിരിച്ച് അച്ഛനും അമ്മയും തിരിച്ച് അവരുടെ വാസഗൃഹം കുറച്ച് ദൂരെയാണ്, അവിടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വരില്ല, ഞാൻ വൃന്ദാവനം വിട്ട് നീ ഇല്ല, എനിക്ക് വൃന്ദാവനം വിട്ടൊരു ജീവിതമില്ല, ഈ വൃന്ദാവനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ജന്മം എടുത്തിരിക്കുന്നത്. അപ്പോൾ വൃന്ദാവനം വിട്ടിട്ട് ഒരു ജീവിതം എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ദുഃഖമായി. ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഈ കുട്ടിയെ ഈ വൃന്ദാവനത്തിൽ ആരോരും ഇല്ലാതെ ഞാൻ എങ്ങനെ ഇട്ടിട്ട് പോവും എന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞു, പറ്റില്ല, നീ ഞങ്ങളുടെ കൂടെ തന്നെ പോരണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു ബ്രാഹ്മണൻ, പ്രായമായ ഒരു ബ്രാഹ്മണൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഒരു കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരിചയമില്ലാത്തൊരു ബ്രാഹ്മണൻ്റെ കൂടെ ശൂരദാസൻ നിൽക്കുകയാണ്. നിന്നിട്ട് നിങ്ങൾ പൊക്കോളൂ, എനിക്ക് വൃന്ദാവനം മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും തൻ്റെ ഒരു എന്താ പറയുക, ഒരു നിയോഗം തുടർന്നു. ഭഗവാനെ പറ്റി പുതിയ 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 കാവ്യങ്ങൾ രചിച്ചുകൊണ്ടിരുന്നു. അത് കേട്ട് ഒരുപാട് പേരുടെ മനസ്സിൽ ഭക്തിരസം നിറഞ്ഞു നുളുമ്പി. ഒരുപാട് പേര് ഭക്തരായി. കൃഷ്ണനും രാധയും ആ ഒരു വൃന്ദാവനം മുഴുവനും നിറഞ്ഞു നിന്നു. അത്ര മധുരമായ ഭക്തികാവ്യങ്ങൾ അദ്ദേഹം രചിച്ചു. അപ്പോൾ ഇതെല്ലാം കേട്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ കാണാൻ വരികയൊക്കെ ചെയ്തു. അദ്ദേഹം വളരെ പ്രസിദ്ധനായി. അങ്ങനെ ഒരു ദിവസം രാവിലെ ഇദ്ദേഹം പാട്ടുകൾ പാടിക്കൊണ്ട് നടക്കുമ്പോൾ ഒരു കിണറ്റിലേക്ക് ഇദ്ദേഹം വീഴാൻ തുടങ്ങി. കണ്ണ് കാണില്ലല്ലോ, ഒരു പൊട്ടക്കിണർ. കൃഷ്ണ എന്ന് വിളിച്ചു. വീഴാനായിട്ട് കാല് വഴുത്തി വീഴാൻ പോവാന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഒരു കൈ അദ്ദേഹത്തിനെ വന്ന് പിടിച്ചു. എന്നിട്ട് ഒരു ഗോപാല ബാലനായിരുന്നു അത്, പശുക്കളെ മേയിച്ചുകൊണ്ട് നടന്നിരുന്നത്. ആ ഒരു ഗോപാല ബാലൻ അദ്ദേഹത്തെ പിടിച്ചിട്ട് അദ്ദേഹത്തിനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ എൻ്റെ കൃഷ്ണനില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗോപാല ബാലൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് നീ അന്വേഷിച്ച് നടക്കുന്ന കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കാഴ്ചശക്തി കൊടുത്തു. കാഴ്ചശക്തി കൊടുത്ത് അദ്ദേഹം കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ വൃന്ദാവനം കണ്ടു. വൃന്ദാവനത്തിൽ മേഞ്ഞു നടക്കുന്ന കാലികളെ കണ്ടു. അവിടെ ഈ ഗോപാലബാലനെ കണ്ടു. ആ ഗോപാലബാലൻ്റെ പുറകെ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, അങ്ങ് തന്നെയാണോ ഞാൻ വിളിച്ച കൃഷ്ണൻ? അതെ, ഞാൻ തന്നെയാണ് നീ വിളിച്ചിരുന്ന കൃഷ്ണൻ. ഞാൻ നീ വീഴാൻ പോയപ്പോൾ നിന്നെ രക്ഷിക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബാലൻ വേഗം അവിടെ നിന്ന് ഓടിപ്പോവുക ചെയ്ത്. അപ്പോൾ ഈ ബാലൻ്റെ പുറകെ ഓടി ശൂരദാസൻ, പുറകെ ഓടിച്ചെന്നിട്ട് പക്ഷെ അതിവേഗത്തിൽ ആ ബാലൻ അവിടെ നിന്നും പോയി കളഞ്ഞു. അപ്പോൾ ശൂരദാസൻ അതീവ ദുഃഖിതനായി. അദ്ദേഹം പറഞ്ഞു, അങ്ങ് എൻ്റെ കരവലയത്തിൽ നിന്ന് ഞാൻ കൈ പിടിച്ചിരുന്നിട്ട് എൻ്റെ കൈ പിടിച്ച് അങ്ങ് ഓടിക്കളഞ്ഞല്ലോ. അതിൽ വലിയ കഴിവൊന്നുമില്ല. അങ്ങക്ക് ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകാൻ കഴിയില്ലല്ലോ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് എങ്ങനെ ഓടിപ്പോകാൻ കഴിയും എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ദുഃഖിച്ച് കരഞ്ഞ്, ഇവിടെ ഒരു ഗോപാലബാലനെ കണ്ടിരുന്നു, ഇവിടെ കുറേ പശുക്കളുണ്ടായിരുന്നു, മനോഹരമായിട്ടുള്ള ഓടക്കുഴൽ നാദത്തോടു കൂടിയുള്ള ഒരു ഗോപാലബാലനെ കണ്ടോ എന്നൊക്കെ ചോദിച്ച് അവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു വനപ്രദേശത്ത്. അപ്പോൾ കണ്ടവരൊക്കെ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്, ഇവിടെ പശുക്കളുമില്ല ഗോപാലബാലനുമില്ല, നിനക്ക് കണ്ണ് കാണില്ലായിരുന്നല്ലോ, പിന്നെ നീ എങ്ങനെയാണ് ഗോപാലബാലനെ കണ്ടു എന്ന് പറയുന്നത് എന്ന്. യഥാർത്ഥത്തിൽ അത് ഭഗവാന്റെ തന്നെ ഒരു മായയായിരുന്നു. ശൂരദാസനെ കാണാൻ വേണ്ടിയിട്ട്, പണ്ടത്തെ വൃന്ദാവനം കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ സൃഷ്ടിച്ച മായയായിരുന്നു അത്. അങ്ങനെ ശൂരദാസൻ വളരെ ദുഃഖിച്ച് നടന്ന് ഭഗവാനെ അന്വേഷിച്ച് നടന്ന് കാണാതെയായപ്പോൾ അദ്ദേഹം കിടന്നുറങ്ങി. ഒരു വൃക്ഷച്ചുവട്ടിൽ കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു സ്വപ്നം കാണുകയാണ്. പകല് കണ്ട ഗോപാലബാലൻ വന്ന് വീണ്ടും സ്വപ്നത്തിൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് നീ അന്വേഷിച്ച് നടന്നിരുന്ന ഭഗവാൻ. നിനക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് കാഴ്ച തന്നത്. ആ പശുക്കളും മറ്റുള്ളതെല്ലാം മായയായിരുന്നു, എൻ്റെ മായയായിരുന്നു, അവിടെ പശുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്ക് നിൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അത് സൃഷ്ടിച്ചാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശൂരദാസൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ രൂപം കണ്ടല്ലോ, അങ്ങയുടെ രൂപം എൻ്റെ മനസ്സിലുണ്ട്, ഇനി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭഗവാനെ പറിച്ചു മാറ്റാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തികച്ചും അന്ധനായി തന്നെ ഞാൻ ജീവിച്ചു കൊള്ളാം, എൻ്റെ കാഴ്ചശക്തി എനിക്ക് വേണ്ട എന്ന് ഭഗവാനോട് പറഞ്ഞു. അങ്ങനെ ശൂരദാസൻ വീണ്ടും ഒരു അന്ധനായി തീർന്നു. തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോയിട്ട് വീണ്ടും ഭഗവാന്റെ ഒരുപാട് കവിതകൾ രചിച്ച് ഭക്തിയിൽ ആറാടിച്ച് അദ്ദേഹം തൻ്റെ ശിഷ്ടകാലം കഴിച്ചുകൂട്ടി. ഒരുപാട് പേരെ ഭക്തിയുടെ പാതയിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ കവിതകൾക്ക് കഴിഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഭക്തന്
പിന്നീട് അവിടെ വൃന്ദാവനത്തിൽ ജീവിച്ച് കൊതി തീർന്ന് വീണ്ടും വൈകുണ്ഠത്തിൽ ഭഗവാന്റെ അടുത്ത് ചെന്ന് അവിടെ ജീവിക്കാൻ സാധിച്ചു. അതായത് ഗോലോകം എന്ന് പറയുന്ന ഒരു വൈകുണ്ഠത്തിനേക്കാളും ഉയർന്ന ഒരു തലമാണെന്നാണ് പറയുന്നത്. രാധയോടൊപ്പം കൃഷ്ണൻ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തു നിന്നാണ് ഒരു ഭാഗമാണ് വൃന്ദാവനമായിട്ട് പരിണമിച്ചത് എന്നാണ്. ഭഗവാന് അവതാരം എടുക്കാനുള്ള സമയമായപ്പം ഗോലോകത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് വൃന്ദാവനം സൃഷ്ടിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഗോലോകത്തിൻ്റെ ആ ഒരു ഭാഗമാണ് വൃന്ദാവനം. ആ വൃന്ദാവനത്തിലാണ് നമ്മുടെ ഗുരുവായൂരപ്പ ക്ഷേത്രം ഉയരാൻ പോകുന്നത്. അപ്പോൾ ആ ഗോലോകത്തിൻ്റെ പവിത്രമായ മണ്ണിൽ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം ഉയരാൻ പോകുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അവിടെ പോയി ഭഗവാനെ ദർശിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. ഭഗവാന്റെ ഗീതങ്ങൾ പാടി നടക്കുന്ന ഭക്തരെ ദർശിക്കാനുള്ള ഭഗവാന്റെ കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. ഭക്തരുടെ കഥകൾ കേട്ടാൽ ഒരിക്കൽ ഞാൻ ഗുരുവായൂർ ചെന്നപ്പം പറയാൻ കാരണം, ഗുരുവായൂർ നേരത്തെ ചെന്നിട്ട് നമ്മളവിടെ പുറത്ത് ഇരുന്ന് നാമം ജപിക്കുമല്ലോ. അകത്ത് കയറി ദർശനം കഴിയുമ്പോൾ അധികം ഒന്നും അവിടെ അകത്ത് നിർത്തില്ലല്ലോ തിരക്ക് കാരണം. അങ്ങനെ അകത്ത് നിൽക്കാൻ പറ്റാതെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് അവിടെ ചുറ്റമ്പലത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് ഉള്ളിലിരുന്ന് കുറച്ച് നേരമൊക്കെ ജപിക്കാം. അപ്പോൾ അങ്ങനെ ജപിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു അമ്മ ഒരിക്കൽ അവരോടിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഭഗവാന്റെ ഭക്തരുടെ പ്രിയപ്പെട്ട ഭക്തരുടെ കഥകൾ കേൾക്കാൻ ഭഗവാൻ എപ്പോഴും ഉണ്ടാവും. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ഭഗവാന്റെ കഥകൾ നമ്മൾ പറയണേക്കാൾ കൂടുതൽ ഭഗവാനെ സ്വന്തം ഭക്തരുടെ കഥകൾ കേൾക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കേട്ടപ്പോൾ. അത് ശരിയാണ്, ഭഗവാൻ ഈ ലീലകളൊക്കെ ആടുന്നത്, ഭക്തരെക്കൊണ്ട് ഈ ലീലകൾ ആടിക്കുന്നത് തൻ്റെ ഭക്തരെ രസിപ്പിക്കാനും കൂടിയല്ലേ. അവരുടെ ആ പഴയ അവരുടെ ഭക്ത ശിരോമണികളുടെ കഥകൾ കേട്ട് നമ്മൾ രസിക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ലീലകളല്ലേ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാന്റെ ഭക്തരുടെ കഥകൾ കേൾക്കാൻ. അപ്പം നമ്മൾ എവിടെ ഭഗവാന്റെ ഭക്തരുടെ കഥകൾ പറയുന്നോ അവിടെ ഭഗവാൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ ഭഗവാന്റെ ഭക്തരുടെ കഥകൾ പറയാം. അപ്പോൾ ഇതുപോലെ ഭഗവാന് വേണ്ടി ജീവിച്ച് ഭഗവാന്റെ ആ ഒരു ലീലകൾ പറഞ്ഞ് മറ്റുള്ള മനുഷ്യരെ ഭഗവാനിലേക്ക് എത്തിച്ച് തിരിച്ച് ആ ഗോലോകത്ത് ഭഗവാന്റെ കൂടെ പോയി ചേർന്ന ശൂരദാസൻ എന്ന് പറയുന്ന ഈ മഹത്തായ ഭക്തന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.